ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4ാം ടെസ്റ്റ് മത്സരം വ്യാഴാഴ്ചയാണ് തുടങ്ങാനായിരിക്കുന്നത്. എന്നാൽ മത്സരത്തിന് മുന്നേ ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ 3 സൂപ്പർ താരങ്ങൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ 4ാം ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് കോമ്പിനേഷനാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. വ്യാഴാഴ്ച മെൽബണിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും തീർത്തും നിരാശ നൽകുന്ന വാർത്തകൾ വന്നിരിക്കുകയാണ്. പരിശീലന സെഷനിടെ നായകൻ രോഹിത് ശർമ്മയ്ക്കും സ്റ്റാർ ബാറ്റർ KL രാഹുലിനും പേസ് ഓൾറൗണ്ടറായ ആകാശ് ദീപിനും പരിക്കേറ്റിരിക്കുന്നുവെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ശനിയാഴ്ചയാണ് നെറ്റ്സിൽ ബാറ്റ് ചെയ്യവേ രാഹുലിൻ്റെ കൈക്ക് പരിക്കേൽക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഞായറാഴ്ച പരിശീലന സെഷനിടെ രോഹിത്തിന് കാൽമുട്ടിന് പരിക്കേൽക്കുകയായിരുന്നു. ഇടം കാൽമുട്ടിന് പരിക്കേറ്റ അദ്ദേഹം അപ്പോൾ തന്നെ ക്രീസ് വിട്ടു പോകുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നു. എന്നാൽ പരിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ടീം മാനേജ്മെന്റ് നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും 4ാം ടെസ്റ്റിനായി എത്തുമോ എന്നുള്ള കാര്യം സംശയത്തിൽ തന്നെയാണ്. രോഹിതിന്റെ അഭാവത്തിൽ 4ാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയായിരിക്കും ടീം ഇന്ത്യയെ നയിക്കുക. അതുകൊണ്ട് തന്നെ ഇരുവരും പുറത്തിരിക്കേണ്ടതായി വന്നാൽ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ നിർണായക മാറ്റങ്ങൾ തന്നെ ഇവിടെ വരുത്തേണ്ടതായി വരും. രാഹുലിന് കളിക്കാനാവാതെ വന്നാൽ ഓപ്പണിംഗ് ജോഡിയിൽ പുതിയൊരു മാറ്റം ടീം ഇന്ത്യക്ക് കൊണ്ടുവരേണ്ടതായി വരും. കഴിഞ്ഞ 3 ടെസ്റ്റിലും രാഹുലും ജയ്സ്വാളുമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിനായി എത്തിയത്. രാഹുലിന്റെ അഭാവത്തിൽ ജയ്സ്വാളിനൊപ്പം ഓപ്പണിങ്ങിനായി ശുഭ്മാൻ ഗില്ലിനെ ടീം ഇന്ത്യ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. നിലവിൽ ഇന്ത്യൻ നിര പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ ശുഭ്മാൻ ഗില്ലാണ്. സ്ക്വാഡിലെ മറ്റൊരു ഓപ്പണിംഗ് ഓപ്ഷൻ അഭിമന്യു ഈശ്വരനാണ്. എന്നാൽ നിർണായക മത്സരത്തിനായി ഇറങ്ങുമ്പോൾ പുതിയൊരു പരീക്ഷണത്തിന് ടീം ഇന്ത്യ തയ്യാറായേക്കില്ല. ഓപ്പണിങ്ങിലേക്ക് ഗിൽ എത്തുമ്പോൾ മധ്യനിരയിലായിരിക്കും ടീം ഇന്ത്യക്ക് പ്രകടമായ മാറ്റങ്ങൾ വരിക. രോഹിത്തിനും KL രാഹുലിനും പകരം 2 പുതിയ ബാറ്റർമാർ ഇന്ത്യൻ പ്ലേയിങ് 11ലേക്ക് വരേണ്ടതായുണ്ട്. നിലവിൽ ധ്രുവ് ജുറലും സർഫറാസ് ഖാനുമാണ് ഈ റോളുകളിലേക്ക് മികച്ച ഓപ്ഷനുകൾ. ജുറലിനെ ടീം ഇന്ത്യ 3ാം നമ്പറിലേക്ക് പരിഗണിക്കുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഡിഫെൻസീവായും അഗ്രസീവായും കളിക്കാൻ സാധിക്കുന്നയാളാണ് ധ്രുവ് ജുറൽ. അതുകൊണ്ട് തന്നെ ഗില്ലിന് ഏറ്റവും ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ധ്രുവ് ജുറൽ തന്നെയാണ്. അദ്ദേഹം ടീമിലുണ്ടെങ്കിലും ഋഷഭ് പന്ത് തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ റോളിൽ തുടരുക. 4ാം നമ്പറിൽ കോഹ്ലി എത്തുമ്പോൾ 5ാം നമ്പറിൽ ഋഷഭ് പന്ത് ആയിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക. 6ാം നമ്പറിലേക്കായിരിക്കും സർഫറാസ് ഖാനെ ടീം ഇന്ത്യ പരിഗണിക്കുക. ഓസ്ട്രേലിയക്കായി മിഡിൽ ഓർഡറിൽ ട്രാവിസ് ഹെഡ് കളിക്കുന്ന അഗ്രസീവ് ബാറ്റിംഗ് അപ്രോച്ച് തീർച്ചയായിട്ടും സർഫറാസ് ഖാനിലൂടെ ടീം ഇന്ത്യക്കും പുറത്തെടുക്കാനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്ത് ഇന്ത്യൻ സ്റ്റാർ പേസർ ആകാശ് ദീപിനും നേരത്തെ പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച നെറ്റ്സിലെ പരിശീലനത്തിനിടെയാണ് ആകാശ് ദീപിന് പരിക്കേറ്റത്. എന്നാൽ ഇന്ന് ചൊവ്വാഴ്ച രാവിലെ നടന്ന പ്രാക്ടീസ് സെഷനിൽ ആകാശ് ദീപ് പന്തെറിഞ്ഞത് തീർച്ചയായിട്ടും ഒരു ശുഭപ്രതീക്ഷയായി മാറുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് കളിക്കാനാവാതെ വന്നാൽ പകരക്കാരനായി ഹർഷിത് റാണ വീണ്ടും പ്ലേയിങ് 11ലേക്ക് എത്തും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.